അൽബാബു റാബിഉ നാലാമത്തെ അധ്യായം. ഫീ സബബി ഇഖ്ബാരിൽ ഖൽഖി അലാ ഇൽമിൽ ഖിലാഫി. ഖിലാഫ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വിജ്ഞാനം. അപ്പൊ അഭിപ്രായ വിജ്ഞാനത്തിന്റെ മേൽ സൃഷ്ടികൾ മുന്നിടുക, അതിന്റെ കാരണം എന്താണ്? അതിൽ പറയുന്ന ഒന്നാണ്. ഒരുപാട് അഭിപ്രായം എല്ലാവർക്കും ഓരോ വിഷയത്തിലുണ്ടല്ലോ. എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എന്താണ് ഈ അഭിപ്രായങ്ങൾ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഖിലാഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ എന്തായാലും പറയാ, ഇൽമുൻ യുറഫു ബിഹി കൈഫിയത്തു ഇറാദിൽ ഹുദജ് ശർഇയ്യ വ ദഫഇ ശുബ്ഹത്തി വ ഖവാദിഹിൽ അദില്ലത്തിൽ ഖിലാഫിയ്യ ബി ഇറാദിൽ ബറാഹിൽ ഖത്ഇയ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം ഇങ്ങനെ ഗ്രഹിക്കാം. ആർക്കും എതിർക്കാനൊന്നും കഴിയാത്ത വിധം ലക്ഷ്യങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ഖിലാഫിയായിരിക്കുന്ന ഓരോ ദലീലുകളും കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിന്റെ മോശങ്ങൾ വ്യക്തമാക്കാൻ പറ്റും. അതോടുകൂടെ തിരിയാത്ത വല്ല സംശയമുണ്ടെങ്കിൽ തടുക്കാൻ പറ്റും. ശർഇയ്യായിരിക്കുന്ന ദലീലുകൾ എങ്ങനെയാണ് കൊണ്ടുവരിക എന്നിത്യാദി കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു വിജ്ഞാനമാണ് ഖിലാഫ് എന്ന് പറഞ്ഞാൽ. അത്തരം ഒരു ഖിലാഫിലേക്ക് ജനങ്ങൾ തിരിഞ്ഞു. അങ്ങനെ തിരിയാനുണ്ടായ കാരണം എന്ത് എന്നാണ്. വതഫ്സീലി ആഫാത്തിൽ മുനാളറത്തി വൽ ജദലി വശുറൂത്തി ഇബാഹത്തിഹ. സത്യത്തിന് വേണ്ടി തർക്കിക്കലാണ് മുനാളറ. അതൊന്നുമില്ലാത്ത വെറുതെ തർക്കിക്കൽ ജദല്. ഇങ്ങനെ മുനാളറയും ജദലും നടക്കുമ്പോൾ അതിനോടുണ്ടാകുന്ന വിഫത്തുകൾ വിശദീകരിക്കുക. അതുപോലെ തന്നെ മുനാളറ നടത്തൽ അനുവദനീയമാണ്. അതിന്റെ നിബന്ധനകൾ അത് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നതിലാണ് നാലാമത്തെ അധ്യായം. നമുക്ക് തുടങ്ങാം. നീ അറിയൂ സഹോദര, ഓരോരുത്തരും അറിയണം. ഈ ഗ്രൂപ്പിലുള്ള എല്ലാം ഓരോരുത്തരും അറിഞ്ഞോളി. അന്നപ്പോ ഇലം എന്നോട് പറയുന്നത് മഹാനായ ഇമാം ഗസാലി തങ്ങൾ ഈ കിതാബ് പഠിക്കുന്ന നോക്കുന്ന എല്ലാവരോടും ഒരു ഇലം ഇട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അറിയോ, നീ ഓരോരുത്തരും അറിയുക. എന്താ അറിയേണ്ടത്? അന്നൽ ഖിലാഫത്ത ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾക്ക് ശേഷം ഇവിടെ ഖിലാഫത്തുണ്ട് എന്ന് പറഞ്ഞ അധികാരങ്ങൾ. ഇസ്ലാമികമായിരിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഭരണം റസൂലുള്ളാഹിക്ക് ശേഷം ആ ഭരണം ഏറ്റെടുത്തത് ആരാണ്? തവല്ലഹൽ ഖുലഫാഉർ റാഷിദൂനൽ മഹ്ദിയൂന. അല്ലാഹു തആലാന്റെ പ്രവാചകർ മുഖാന്തരം ഹിദായത്ത് ലഭിച്ച ആ ഹിദായത്തിലായ സന്മാർഗികളായ സാക്ഷാൽ റസൂലുള്ളാഹിന്റെ പ്രതിനിധികളായ ഖലീഫമാർ. അവർ 4 പേരാണല്ലോ. ഒരഭിപ്രായത്തിൽ 5 ആളുണ്ട് താബീനെ കൂട്ടുമ്പോൾ. ഇങ്ങനെയുള്ള ഖലീഫമാരായിരുന്നു റസൂലുള്ളാഹിക്ക് ശേഷം ഖിലാഫത്തിനെ ഏറ്റെടുത്തത്. എന്നാൽ ഈ ഖിലാഫത്തിനെ ഏറ്റെടുത്ത ഭരണാധിപന്മാരായിരിക്കുന്ന 5 അല്ലെങ്കിൽ 4 അമീറന്മാര് ഇവരാരായിരുന്നു മനസ്സിലാക്കണം. വകാനു, ഈ ഖുലഫാഉർ റാഷിദികൾ ആയിരുന്നല്ലോ. എന്തായിരുന്നു? അഇമ്മത്തൻ, എല്ലാവർക്കും ഒരു പരിഹാര മാർഗം തേടാൻ പറ്റുന്ന, തുടരാൻ പറ്റുന്ന ഇമാമുമാരായിരുന്നു അവർ. മാത്രമല്ല ഉലമാ ബില്ലാ, പടച്ച റബ്ബിനെ കൊണ്ട് ദാത്തുകൊണ്ടും സിഫാത്തുകൊണ്ടും എല്ലാ നിലയിലും അറിയുന്നവരായിരുന്നു അവർ. ഫുഖഹ, ആ കർമ്മവിധികൾ അറിയുന്നവരായിരുന്നു. ഫി അഹ്കാമിഹി വ അവാമിരിഹി, പടച്ച റബ്ബിന്റെ വിധികൾ എന്താണ്, നിയമങ്ങൾ എന്താണ്, ആജ്ഞകൾ എന്താണ് എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല അഗാധജ്ഞാനമുള്ള, കർമ്മശാസ്ത്രപരമായി അറിയുന്ന, ദീനിൽ തുടരാൻ പറ്റുന്ന, അള്ളാഹിനെ കൊണ്ട് മനസ്സിലാക്കി ജീവിച്ചവരായിരുന്നവരെല്ലാവരും. ഇവക്കാനോ ഈ ഖുലഫായികളായിരുന്നു. എന്തായിരുന്നു എന്നറിയാമോ? മുസ്തഖില്ലീന ബിൽ ഫതാവ ബിൽ അഖ്ലിയത്തി, വിധികളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുക്കണം. ആ ഉത്തരങ്ങളെ കൊണ്ട് തനിച്ചവരുമായിരുന്നു അവർ. ആർക്കും എവിടേക്കും പോകണ്ട, ഒക്കെ അതിന് പറ്റുന്ന ആൾക്കാരായിരുന്നു. ഇനി അവിടെ വേറെ നുസ്ഖ കാണാം, മുസ്തഖിലീന, അവരെന്തായാലും ജോലിയായവരായിരുന്നു എന്നുമുണ്ട്. ഇസ്ലാമികമായ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിഹരിക്കുന്നവരായിരുന്നു അവർ. അതിന് കഴിവ് അവർക്കുണ്ടായിരുന്നു. ഫകാനു, അങ്ങനെ അവരായി ലാ യസ്തഈനൂന ബിൽ ഫുഖഹാഇ, മറ്റു സ്വഹാബാക്കൾപ്പെട്ട പണ്ഡിതന്മാരുമായി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുമായി ഈ ഖുലഫാഉർ റാഷിദുകൾ സഹായം തേടാത്തവരായിരുന്നു. എപ്പോഴല്ലാതെ ഇല്ലാ നാദിർ, അപൂർവം ഒഴികെ, ഫീ വഖാഇയ, ചില സന്ദർഭങ്ങളിൽ, ചില സംഭവ വികാസങ്ങളിൽ. എങ്ങനെ? ലാ യുസ്തഗ്ന ഫീഹ, ആ സംഭവ വികാസങ്ങളിൽ ആവശ്യമാക്കപ്പെടാൻ കഴിയില്ല. എന്തിനെ തൊട്ട്? അൽ മുഷാവറത്തി, കൂടി ആലോചനയെ തൊട്ട്.
അപ്പൊ കൂടി ആലോചിക്കേണ്ട ചില സംഭവ വികാസങ്ങൾ അപൂർവമായിട്ട് വന്നേക്കാം. അത്തരം കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് കാര്യത്തിലും അവരെന്ത് ചെയ്യാറില്ല, ആരോടും സഹായം തേടാൻ പോകാറില്ല. ഇങ്ങനെ വല്ല കൂടി ആലോചന ഉണ്ടെങ്കിൽ അതിൽ മാത്രമാണ് സഹായം തേടിയിരുന്നത്. അത്രത്തോളം വിജ്ഞാനമുള്ളവരായിരുന്നു അവർ എന്നർത്ഥം. അങ്ങനെ അങ്ങനെ പണ്ഡിതന്മാരെല്ലാവരും അക്കാലത്തുള്ള പണ്ഡിതന്മാരെല്ലാവരും ഒഴിഞ്ഞു നിന്നു. എന്തിലേക്ക്? ഇൽമിൽ ആഖിറത്തി, ഉഖ്റവിയായിരിക്കുന്ന വിജ്ഞാനത്തിലേക്ക് ഒഴുകി. അവിടെ മാത്രമാണ് അവർ ശ്രദ്ധിച്ചത്. ഒതജറദു ലഹ, അതിനുവേണ്ടി അവർ അധ്വാനിക്കുകയും തനിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഉഖ്റവിയായിരിക്കുന്ന വിജ്ഞാനം എന്ത്? അത് മാത്രമായിരുന്നു അവിടെ ലക്ഷ്യം, അതായിരുന്നു അവിടെ അറിവ്. അത് മതിയലോൽക്കും. കാരണം ഇവിടെ മറ്റു കാര്യം പരിഹരിക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ മറ്റുള്ളവരൊന്നും അതിന് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു അവരുണ്ടായിരുന്നത്. ഫത്താവ, അങ്ങനെ അവർ എന്തായെന്നറിയാമോ, ഫത്വകളും ദുനിയാവിൽ നിന്ന് സൃഷ്ടികളുടെ വിധികളുമായി, സൃഷ്ടികൾക്കുള്ള വിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഫത്വകൾ, ഇതെല്ലാം ഒരു തടുക്കമായിരുന്നു. അതിലേക്കൊന്നും അവർക്ക് ശ്രദ്ധിക്കുന്നില്ല. വഅഖ്ബലു അലല്ലാഹി തആല ബികുൻഹി ഇജ്തിഹാദിഹിം, അവരുടെ നിസ്വാർത്ഥമായിരിക്കുന്ന അധ്വാനം, അവരുടെ തനിച്ചതായിരിക്കുന്ന ഖാലിസായ ഹഖീഖായ അധ്വാനം, ഇതുകൊണ്ട് അള്ളാന്റെ മേൽ അവർ മുന്നിട്ട് തന്നെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു. ദുന്യാവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതിന് വിധി പറയാൻ ഇവിടെ ഖുലഫാകളുണ്ട്, ഖലീഫമാരുണ്ട്. അങ്ങനെയായിരുന്നു അക്കാലം. ഇത് കമാനുക്കലാമിൻ സിയരിഹിം, ഇതൊക്കെ നമുക്ക് വെറുതെ കിട്ടിയതല്ല. അവരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളുണ്ട്, അതിൽ മനസ്സിലാക്കിയ ചരിത്രങ്ങളുണ്ട്. അവിടെ ചരിത്രങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതുപോലെ. അങ്ങനെ എന്തിനു പറയുന്നു? അവസാനം ഇതായിരുന്നു ഖിലാഫത്തെങ്കിൽ, ഖുലഫാഉർ റാഷിദിൽ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ നല്ല സുഖമായിരുന്നല്ലോ. എന്നാൽ ഫലമ്മ അഫദത്തിൽ ഖിലാഫത്തു ബഅദഹും, ഈ 4 ഖലീഫമാർ കഴിഞ്ഞു, ഖുലഫാഉർ റാഷിദികൾ കഴിഞ്ഞുപോയി. അതിന്റെ ശേഷം ഖിലാഫത്ത് അണഞ്ഞുകൂടിയത്, ഒഴുകിയത് എവിടേക്കാണ്? ഇലാ ഖുവാമിൻ, കുറെ സാമ്പത്തികമായും അതുപോലെ തന്നെ മേൽമത്രം കൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിലേക്ക് ഒഴുകി ഈ ഖിലാഫത്ത്. അങ്ങനെ തവല്ലൗഹ, ആ ഖിലാഫത്തിനെ ഇത്തരം ആളുകളാണ് ഏറ്റെടുത്തത്. ബിഗൈരി ഇസ്തിഖാഖിൻ വലാ വലസ്തിഖ്ലാലിൻ ബിഇൽമിൽ ഫതാവ വൽഅഹ്കാം, വിധികളെ കൊണ്ടും ഫത്വകളെ കൊണ്ടുള്ള വിജ്ഞാനങ്ങൾ വേണം. അതുകൊണ്ടൊന്നും തനിക്കാത്ത, അതൊന്നും അറിയാത്ത, ഈ യഥാർത്ഥത്തിൽ ഈ അധികാരം ഏറ്റെടുക്കാൻ അർഹരാവാത്തവരായിരുന്നവർ ആ നിലയിൽ ഈ അധികാരത്തെ അവർ ഏറ്റെടുത്തു. ഇന്നത്തെ കാലം പോലെ വർത്തമാനകാലം നമുക്കറിയാലോ, അധികാരികൾ എന്തെല്ലാം കാണിക്കുന്നു, അത് അതിൻ്റെതായിരിക്കുന്ന രൂപത്തിലല്ലല്ലോ അധികാരം നടത്തുന്നത് എന്നതുപോലെ ഖുലഫാഉർ റാഷിദീന്റെ ഖിലാഫത്തിന് ശേഷം ഇങ്ങനെയാണ് ആൾക്കാർ വന്നത്. അങ്ങനെ വന്ന ഖലീഫമാര് നിർബന്ധിതരായി പിന്നെ അറിവുള്ള കർമ്മശാസ്ത്രപരമായി അറിയുന്ന പണ്ഡിതന്മാരുമായി സഹായം തേടുന്ന ഘട്ടത്തിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു. അവരിലേക്ക് ആവശ്യമാവുകയും ചെയ്തു. വൈസ്തിഹാബിഹിം, അങ്ങനെ ഈ പണ്ഡിതന്മാരുമായി ഈ ഭരണാധിപന്മാർക്ക് സഹവാസം കെട്ടേണ്ടതിലേക്കും യോജിക്കേണ്ടതിലേക്കും അവർ ചെന്നുകൂടി. ഈ ജമിയ ഹിവാലിഹിം, അവരുടെ യാത്രകളിലും അതുപോലെ നാട്ടിലും എല്ലാ സന്ദർഭങ്ങളിലും ഈ പണ്ഡിതന്മാരുമായി അവർക്ക് സഹായം തേടേണ്ടി വന്നു, സഹവസിക്കേണ്ടി വന്നു. എന്തിന്? ലിസ്തിഫ്താഇഹിം ഫീ മജാരി അഹ്കാമിഹിം, അവരുടെ വിധികൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ഈ പണ്ഡിതന്മാരുമായി അവർക്ക് ഫത്വ ചോദിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവരുമായി ഭരണാധിപന്മാർ ഈ പണ്ഡിതന്മാരുമായി കൂടി ഇങ്ങനെ വന്നു. അങ്ങനെ അങ്ങനെ സ്വഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. താബി പണ്ഡിതന്മാരിൽ അവശേഷിച്ചു മൻ, ഒരു കൂട്ടര്. ആ കൂട്ടർ മുസ്തമിറുൻ അല തിറാസിൽ അവൽ, എങ്ങനെയായിരുന്നു പൂർവികന്മാർ എങ്ങനെ പോന്ന വഴി, അതേ വഴിയിൽ കൂടെ തന്നെ നിലകൃതിയായി പോന്നു, മാറ്റമില്ലാതെ. മുലാസിമുൻ സുഹവദ്ദീൻ മുലാസിമുൻ സുഹവദ്ദീനി, അതുപോലെ തന്നെ ദീനിന്റെ ഭാഗങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നവരായി വന്നവർ. സഹാബാക്കളെ കൂട്ടത്തിൽ കഴിഞ്ഞുപോയ സഹാബാക്കൾ പണ്ഡിതന്മാർ എങ്ങനെയായിരുന്നു?
അതേ റൂട്ടിൽ തന്നെ അവർ പതിവായിക്കൊണ്ടേയിരുന്നു. താബിയുടെ കൂട്ടത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വെക്കാനോ ഇതാ തുലിബു, അവരോട് വല്ല ഫത്വയോ വിധിയോ ചോദിച്ചാൽ അത് ഏറ്റെടുക്കാൻ വേണ്ടി അവരോട് പറഞ്ഞാൽ, അങ്ങനെ ഏറ്റെടുക്കുകയെന്ന് തേടപ്പെടുകയാണെങ്കിൽ അവരായിരുന്നു ഹറബു, അവർ ഓടിപ്പോകും. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഓടിപ്പോകും. അല്ല, അവരുടെ കൂട്ടത്തിൽ തന്നെ ആരുണ്ടായെന്നറിയാമോ? അവരുടെ കൂട്ടത്തിൽ തന്നെ ആരുണ്ടായിരുന്നു? ഭ്രാന്തായി അഭിനയിച്ചവരുണ്ട്, വിഡ്ഢികളായി അഭിനയിച്ചവരുണ്ട്. എന്തിന്? ഇങ്ങനെയുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ട്. അങ്ങനെ വയറതു, അവരതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു, ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഉണ്ടായിരുന്നൊരു ഘട്ടം താബികളിൽ. എന്തിനു പറയുന്നു? അൽ ഖുലഫാവ്, അവസാനം അമീറന്മാരും ഭരണാധിപന്മാരും ഒക്കെ എന്തായി? നിർബന്ധിതരായി ഇൽഹാഇ, പ്രേരിപ്പിക്കുന്നതിലും കീർത്തിക്കുന്നതിലും. എവിടെ? ത്വലബിഹിം, ഈ പണ്ഡിതന്മാരെ തേടുക. എന്തിന്? ലിതൗരിയത്തിൽ ഖളാഇ വൽ ഹുകൂമാത്തി, വിധികൾ, അതുപോലെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ വിധികൾ പറയണം, അതിന്റെ അഹ്കാമുകൾ പറയണം. ആ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി ഈ പണ്ഡിതന്മാരെ തേടുന്ന കാര്യത്തിൽ വളരെയധികം അവരെന്താ പ്രേരിപ്പിക്കുകയും വളരെ കീർത്തിക്കുകയും ചെയ്തു. ആര്? ഈ ഖലീഫന്മാർ, സ്വഹാബത്തിന് ശേഷം വന്ന ഖലീഫന്മാർ. തൊട്ട് എന്തുണ്ടായി പിന്നെ? അതാണ് ഇപ്പൊ ഇനി ആലോചിക്കേണ്ടത്. എന്തുണ്ടായെന്നില്ല പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്.